അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നെല്ലിക്ക വെച്ചിട്ട് അച്ചാറൊന്നും അല്ല, എന്നാൽ തേനെല്ലിക്ക അല്ല, വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തിനൊക്കെ ഇപ്പോൾ തണുപ്പ് സീസണല്ലേ, അപ്പോൾ അതിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ നെല്ലിക്ക കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് അപ്പച്ചമ്പിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ലവണ്ണം തിളക്കുമ്പോഴാണ് ഇത് അതിലോട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനൊന്ന് 10 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. വെള്ളം തിളക്കുമ്പോൾ മാത്രം നെല്ലിക്ക വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. മുറിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ചൂട് കാരണമാണ് നല്ലവണ്ണം തുറന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതിനെടുക്കണം. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഇതിൻ്റെ ഒന്ന് ചൂട് പോയി കിട്ടണം ബാക്കി നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ചൂടെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതേപോലത്തെ ഒന്നെടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഏറ്റവും ചെറുതിൽ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ പുഴുങ്ങിയതിൻ്റെ പേര് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിൻ്റെ കുരുവൊന്നും എടുക്കണ്ട, അല്ലാതെ നെല്ലിക്ക മാത്രം എടുത്തിട്ട് ഇങ്ങനെ മുഴുവനായിട്ട് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഇത്രയും നല്ല നേരിയതായിട്ട് തന്നെ കിട്ടണം കേട്ടോ. അങ്ങനെ എല്ലാം ചെയ്തിട്ട് എടുക്കാം. ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇതില്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് ഒരു കത്തി എടുത്തിട്ട് മുറിച്ചെടുത്താലും മതി. ഇതാകുമ്പോൾ പണി എളുപ്പത്തിലായി കിട്ടുന്നതാണ്. ഞാനിപ്പോൾ മുഴുവനും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരച്ച് ശർക്കരയാണ്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം, അല്ലാതെ നമുക്ക് പൊടിയുണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിതിനെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഇത് തയ്യാറാക്കുന്നുള്ളത്. അല്ലാതെ അലുമിനിയം പാത്രം, പിത്തള പാത്രം ഒന്നും എടുക്കാൻ പാടില്ല. ഇതേപോലെയുള്ള ചൂട് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് നമുക്കിത് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നെല്ലിക്കയും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാനായിട്ട്. ഇനി വെള്ളം ഒട്ടും തന്നെ ഇതിൽ കൂട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ശർക്കര അരിയുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ശർക്കര എല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലവണ്ണം ഇതെല്ലാം നല്ല യോജിക്കണം. ശർക്കരയും നെല്ലിക്കയെല്ലാം നല്ലവണ്ണം സൂട്ടായിട്ട് വേണം നമുക്ക് ഇറക്കി വെക്കാൻ. ഇപ്പോൾ തനിയെ ഇനി നെല്ലിക്കയിൽ നിന്നും വെള്ളം വരും. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നല്ലവണ്ണം ശർക്കരയും നെല്ലിക്കയും യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. ചതുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഇഞ്ചി ഇതിലോട്ട് നല്ലവണ്ണം അതിൻ്റെ നീരൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാനായിട്ട്. വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ് ഞാനിപ്പോൾ ഇതിലുള്ള ചേർക്കുന്നത്, അല്ലാതെ നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങണമെന്നൊന്നുമില്ല. പിന്നെ നമ്മൾ തണുപ്പ് സീസണിൽ നമ്മുടെ എല്ലാ ഹെൽത്തിനും നല്ലതാണ്. പോരാത്തതിന് ഇത് ശ്വാസം മുട്ടലുള്ളവർക്കൊക്കെ നല്ലതാണിത്. പിന്നെ വിറ്റാമിൻ സി കൊണ്ട് റിച്ച് ആയതാണല്ലോ നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ നെല്ലിക്കയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടാൽ നമുക്ക് 1 വർഷം വരെ സ്റ്റോർ ചെയ്യാനും പറ്റുന്നതാണ്. ഇതൊന്ന് മെൽറ്റാവട്ടെ. അപ്പോഴത്തേക്കും ബാക്കി ചേരുവ ചേർക്കാം. തൊട്ട് ഒരു 4-5 ഏലക്ക ചതച്ചതാണ് ചേർക്കുന്നുള്ളത്. അതിൻ്റെ തോട് ഒഴിവാക്കിയിട്ട് അകത്ത് മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു 1/4 ടീസ്പൂണിന് താഴെ പട്ട പൊടിച്ചതാണ്. പട്ടയുടെ പൊടി ഇല്ലെങ്കിൽ ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുത്താലും മതി. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണ് കുരുമുളക് ചതച്ചതാണ്. പൊടിയല്ല ചേർക്കുന്നത്. ഇങ്ങനെ മുഴുവൻ കുരുമുളക് എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇതിലോട്ട് ശർക്കരൻ്റെ അളവ് കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ 1/2 കപ്പ് പൊടിച്ച ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. അതും കൂടി ഒന്ന് മെൽറ്റായിട്ട് വരണം. ശർക്കര അത് കുറച്ച് കുറഞ്ഞു പോയി, കാരണം 1 കിലോ നെല്ലിക്കല ഞാൻ എടുത്തിട്ടുള്ളൂ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ശർക്കര അളവ് കുറഞ്ഞതിൻ്റെ പേരിലാണ് 1/2 കപ്പ് ശർക്കരൻ്റെ പൊടി ഞാൻ പിന്നീട് ചേർത്തത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എടുക്കുമ്പോൾ ശർക്കരയുടെ അളവൊന്ന് 2 അച്ചാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് മെൽറ്റായിട്ട് വരണം. അങ്ങനെ ഇപ്പോൾ ശർക്കര നല്ലവണ്ണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലോട്ട് ഒരു നാരങ്ങ നീരിൻ്റെ പകുതിയാണ് ചേർക്കുന്നുള്ളത്. നിങ്ങൾ ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങ തന്നെ നീര് ചേർക്കാം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാനായിട്ട്. കറക്റ്റായിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുകയാണ് ഇതിൻ്റെ.
ഇപ്പോൾ ഞാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ഗ്ലാസിൻ്റെ ജാറിലോട്ട് മാറ്റണം. സ്റ്റീലിൻ്റെ ഡബ്ബയിലൊന്നും ഇടാതെ ഗ്ലാസിൻ്റെ ജാറിലോട്ട് തന്നെ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ജാറിലോട്ട് ആക്കി മാറ്റിയാൽ 1 വർഷം വരെ നമുക്കിത് കേടുകൂടാതിരിക്കും. നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെല്ലിക്ക ധാരാളം കിട്ടുന്ന സമയത്ത് വെറുതെ അതിനെ ചീഞ്ഞ് കളയാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ അസുഖത്തിനും ജലദോഷം, തുമ്മൽ, ശ്വാസമുട്ടൽ എന്നിവ മാറാനും നല്ല വിറ്റാമിൻ സി ആണല്ലോ നെല്ലിക്ക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് ആരോഗ്യത്തിനും നല്ലത്. നെല്ലിക്ക വെറുതെ വേസ്റ്റ് ആവത്തുമില്ല. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഒരു ഷെയറും ചെയ്ത് കൊടുക്കണേ.